കഴിക്കുന്ന സമയത്താണ്. കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റ് അല്ലെങ്കിൽ കോൾഡ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് വരുന്നത്. നമ്മുടെ മെഡിസിൻ ഗ്രാജുവലി ആണ് കുറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു കൗണ്ട് കുറയണം. ഈ കൗണ്ട് കുറഞ്ഞു വരുന്ന ഒരു പീരീഡ് ടൈം വരെ നമ്മൾ ഈ തരം ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി ഈ ചില മറ്റേ പൊടികൾ, മീൻസ് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള ചിലർക്ക് വരുന്ന മസാലകളൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്. എന്നാൽ അവർ ഒരു ക്യൂറിലേക്ക് എത്തുന്ന ഒരു ടൈം പീരീഡ് വരെ അവരിതൊന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്കും സുഖമാണ്, മരുന്ന് കഴിക്കുന്ന രോഗിക്കും സുഖമാണ്. കാരണം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് അവർക്ക് പെട്ടെന്നൊരു അലർജി വരുമ്പോൾ അവർ ഭയങ്കര ടെൻസ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് ബെറ്റർ ആവണില്ല എന്നുള്ളൊരു പരാമർശങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടുപേരുടെ ഒരു സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം പീരീഡ് വരെ, ഞാൻ പൊതുവെ പറഞ്ഞതുപോലെ 6 months or 1 year വരെ ഈ ഒരു നമ്മുടെ ലാബ് റിപ്പോർട്ട് നോർമൽ ആകുന്ന വരെ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊന്ന് ചുരുക്കുന്നതാണ് നല്ലത്. പക്ഷേ നോർമൽ ആയി കഴിഞ്ഞാൽ തീർച്ചയായും ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതിരുന്നു അവരുടെ അലർജി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫൈനലിലേക്ക് എത്തുമ്പോൾ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ ബീഫ് കഴിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കും. അതിൻ്റെ ഒരു 2 months ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യും. വേറെ ഇഷ്യൂസോ സെൻസിറ്റീവ് റിയാക്ഷനോ ഒന്നും ഇല്ലെങ്കിൽ ആ കേസ് കംപ്ലീറ്റ് ക്യൂറാണ്.